തന്റെ പേരെടുത്ത് പറഞ്ഞുള്ള അമ്മ ജനറൽ സെക്രട്ടറിയുടെ അഭിനന്ദനങ്ങൾ കേട്ടു. ഒരു പ്രമുഖ നടനെതിരെ, ഒരു പ്രമുഖ യൂട്യൂബർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആ നടന്റെ പരാതി ഇല്ലാതെ തന്നെ നിയമ നടപടി സ്വീകരിച്ച സംഘടനയാണ് അമ്മ. പക്ഷേ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരാതി നൽകിയാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നതാണ് സ്ഥിതിയെന്നും സോണിയ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്ന ആ സമയത്ത് തന്നെ മാതൃഭൂമി ന്യൂസിനായി താൻ നേരിട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ സോണിയ തിലകൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് അത് വലിയ ചർച്ചയുമായതാണ്. പിന്നീട് ഇന്ന് അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം സീരിയസ് ആയി പറഞ്ഞ ഒരു വിഷയത്തെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ട് ആ ഒരു സീരിയസ്നെസ് ഇല്ലാതെ കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം അഭിനന്ദനങ്ങൾ മനോഹരമായി കൈകാര്യം ചെയ്തു തുടങ്ങിയ പദങ്ങളാണ് അവിടെ സിദ്ദിഖ് ഉപയോഗിച്ചിട്ടുള്ളത്. അഭിനന്ദനങ്ങൾ ഞാനും കേട്ടു. ഞാൻ മനോഹരമായി കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചത് ഞാൻ ആ സംഘടനയിലെ അംഗമല്ലാത്തതുകൊണ്ടും ഒരു സിനിമാ നടി അല്ലാത്തതുകൊണ്ടുമാണ്. അതിലെ അംഗങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ ആ റിപ്പോർട്ടിൽ എഴുതി വന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ആ വിഷയം വെളിപ്പെടുത്തിയത്. ആ റിപ്പോർട്ടിൽ അതൊരു കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ പേര് പരാമർശിച്ച അല്ലെങ്കിൽ ആ മൊഴി നൽകിയ ഇരകൾ ഈ സംഘടനയിലെ അംഗങ്ങളാണെന്നിരിക്കെ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മിനിമം ആ വിഷയങ്ങളിൽ ഒരു അന്വേഷണം നടത്തുമെങ്കിലും പറയാമായിരുന്നു. ഇപ്പം ഈ വിഷയത്തിൽ അവർ പറയുന്നത് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ നിയമവശമാണ്. പക്ഷേ അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒരു ധാർമ്മികതയില്ലേ അംഗങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് അല്ലെങ്കിൽ അംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്? അത് തീർച്ചയായിട്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അതിലൊരു പ്രമുഖ നടന് എതിരെ ഒരു യൂട്യൂബർ ചില പരാമർശം നടത്തിയതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിലെ സ്ത്രീകൾ ആ ഒരു മൊഴി നൽകി അതൊരു കമ്മീഷൻ അല്ല, ഒരു കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിൽ പോലും അങ്ങനെ ആർക്കെങ്കിലും ആ സ്ത്രീകൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടായോ? അല്ലെങ്കിൽ 1-2 പേരെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തി എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായില്ല, ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാണോ പറയേണ്ടത്? അല്ല, അതിലെ അംഗങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ച് അറ്റ്ലീസ്റ്റ് സംസാരിക്കാം എന്നെങ്കിലും പറയാമായിരുന്നു. ഈ പവർ ഗ്രൂപ്പ് എഴുതി തയ്യാറാക്കിയത് പ്രകാരമായിരിക്കും ഇന്നത്തെ വാർത്താ സമ്മേളനം തന്നെ നടന്നിട്ടുണ്ടാവുക അല്ലേ? അല്ല, ഇപ്പം അതിൽ ചില പരാമർശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ആ മറ്റേ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇവരൊരു ഷോയിലായിരുന്നു, ഇവർക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നല്ലേ. അപ്പോൾ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറയുമായിരിക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. കേസെടുക്കേണ്ടതാണെങ്കിൽ കേസെടുക്കണമെന്ന് തന്നെയാണ് ജഗദീഷ് അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം ഇനിയും ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആയി മുൻപോട്ട് ഗവൺമെന്റ് തന്നെ പോകണമെന്നും പറയുന്നുണ്ട്. ശ്രീ ജഗദീഷ് ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിന് നിയമവശത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു മൊഴി, ഒരു ഇരയുടെ ഒരു മൊഴി കിട്ടിയാൽ പോലും അതിൽ 0 FIR ഇട്ട് കേസ് എടുക്കാം എന്നുള്ള ഒരു നിയമമാണ് നമുക്കുള്ളത്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞതിനെ തീർത്തും അനുകൂലിക്കുന്നു. അത് സ്വാഗതാർഹമാണ്. അത് അമ്മയുടെ ജനറൽ സെക്രട്ടറി പറയേണ്ടതായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ പവർ ഗ്രൂപ്പുകൾക്കെതിരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈബർ ലൈഞ്ചിങ് ഒക്കെ വരും എന്നുള്ളത് പറഞ്ഞിരുന്നു. സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടും എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം മാതൃഭൂമി ന്യൂസിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ വലിയ രീതിയിൽ കമൻറ്റുകൾ, അത് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അത് ശരിയാണോ തെറ്റായ പ്രൊഫൈലുകളാണോ എന്നുള്ളത്. അത്തരത്തിൽ സൈബർ ആക്രമണം ഇപ്പോൾ നേരിടുന്നുണ്ടോ? അതൊരു അറിയില്ല. എനിക്ക് ആക്ച്വലി അതിൽ ഗോ ത്രൂ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. എപ്പോഴും എന്നെ ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ എൻ്റെ ക്ലിനിക്കും എല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല. പക്ഷെ ഞാൻ പ്രസ് മീറ്റ് എന്തായാലും കണ്ടിരുന്നു. അതിൽ വളരെ ദുഃഖമുണ്ട്. ആ റിപ്പോർട്ടിലുള്ളതൊന്നും ശരിയല്ല എന്ന രീതിയിലുള്ള ഒരു തത്രപ്പെട്ടുള്ളൊരു പ്രസ് മീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. വരും ദിവസങ്ങളിൽ അതിനെതിരെയുള്ള ഒരു വ്യക്തമായ നിയമ നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.